എല്ലാ കൂട്ടുകാർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് മാമ്പഴത്തിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നമുക്ക് നേരെ ഗീതുവിന്റെ ഗോവിന്ദിന്റെ ഇന്നത്തെ നല്ലൊരു വിശേഷം കണ്ടാലോ. അങ്ങനെ രഞ്ജു ഗീതുവിനോടും വിജയലക്ഷ്മിയോടും ആയിട്ട് പറയണം, എനിക്ക് നിങ്ങളോട് ജീവിച്ച് കൊതി തീർന്നിട്ടില്ല. എന്റെ നാത്തോനോടും എന്റെ അമ്മയോടും ഒപ്പം എനിക്ക് കുറെ കാലം ജീവിക്കണം എന്ന് പറയാം. പെട്ടെന്ന് തന്നെ ഗീതുവിന്റെ വിജയലക്ഷ്മിയുടെ മുഖം അങ്ങോട്ട് മാറി. രഞ്ജു പെട്ടെന്ന് എഴുന്നേറ്റ്, എന്താ ഞാൻ പറഞ്ഞ വിഷമായി നിൽക്കുക? ഒന്നുമില്ല, തമാശക്കാണെ പോലും അങ്ങനെയൊന്നും പറയേണ്ട രഞ്ജു എന്ന് ചോദിക്കണം. അതെന്താ അങ്ങനെ പറഞ്ഞാല്? എനിക്കൊരു കുഴപ്പമില്ലോ എന്ന് പറയണം. പിന്നീട് രഞ്ജു ഗീതുവിനെ ചേർത്ത് പിടിക്കുകയാണ്. ഈ സമയം വിജയലക്ഷ്മിയുടെ രണ്ട് കണ്ണുകൾ നിറഞ്ഞു വന്നു. അമ്മ എന്താ അങ്ങനെ ഇരിക്കുന്നത്? ഇങ്ങോട്ട് വെറ്റി വരാൻ പറയണം. അങ്ങനെ രഞ്ജു ഇടവും ബലവുമായിട്ട് രണ്ടുപേരെയും ചേർത്ത് പിടിക്കുകയാണ്. ഈ സമയത്ത് രാധികാമ്മയുടെ ഫോണിലേക്ക് വരുൺ വിളിക്കുകയാണ്. വരുൺ വിളിച്ചു കഴിഞ്ഞിട്ട് പറഞ്ഞു, എന്താടാ വരണേ, എന്താ നീ വിളിച്ചതെന്ന് ചോദിക്കണം. അമ്മ ഒരു കാര്യം പറഞ്ഞോ? ആ രഞ്ജു പോയിരിക്കുന്ന എങ്ങോട്ടാന്നറിയോ? വിജയലക്ഷ്മിയുടെ വീട്ടിലേക്കാ രഞ്ജുവിനെ ഗീത് കൊണ്ടേ ആക്കിയിരിക്കുന്നു പറയണ. വിജയലക്ഷ്മിയുടെ വീട്ടിലേക്കോ? അത് നിന്നോട് ആരാ പറഞ്ഞേ? എന്നോട് സുവർണയാ പറഞ്ഞേ. ഇത് സുവർണ അരികിലുണ്ട്, കൊടുക്കാന്ന് പറയണ. പിന്നീട് സുവർണയ്ക്ക് ഫോൺ കൈമാറുവാണ്. അല്ല, നീ എങ്ങനെ അറിഞ്ഞേ? ഞാൻ ഫോളോ ചെയ്തിട്ടുണ്ടായിരുന്നു പറയാം. അല്ല, ഇപ്പൊ കണ്ണൻ എവിടെയുണ്ട്? ഗോവിന്ദ് സാറ് ഓഫീസിലുണ്ട്. അല്ല, അവനെ ഫോളോ ചെയ്യണമെന്ന് പറഞ്ഞിട്ട് അവൻ അങ്ങോട്ട് പോകുന്നുണ്ടോ? എന്തോ നീ അതൊക്കെ വല്ല അന്വേഷിച്ചോന്ന് ചോദിക്കണം. ഇല്ല, ഓഫീസിലാകുമ്പോ എനിക്ക് അങ്ങനെ ഫോളോ ചെയ്യാൻ പറ്റില്ല, അതുകൊണ്ട് ഞാൻ ഈ ഓഫീസിന്റെ പരിസരത്ത് തന്നെ ഉണ്ടെന്ന് പറയണം. അപ്പൊ ചെമ്പകശ്ശേരിയിൽ ആരോ ഉള്ളേ? അവിടേക്ക് ഞാൻ ഒരാളെ വിട്ടിട്ടുണ്ട്. അതാണോ സുവർണ ചെയ്യേണ്ടത്? ശരിക്കും നീ അവിടേക്ക് ചെല്ലുകയല്ലേ ചെയ്യണ്ടേ? അങ്ങോട്ടെങ്ങാനും ഗോവന്ന് വരുന്നുണ്ടോന്ന് അറിയത്തില്ലോ. നിങ്ങളുടെ ശിങ്കിടീനെ വിട്ടിട്ട് കാര്യമൊന്നുമില്ല. അങ്ങനെ വിടാനാണെങ്കിൽ നിന്നെ ഞാൻ ഈ ദൗത്യം ഏൽപ്പിക്കേണ്ട ആവശ്യമില്ലായിരുന്നല്ലോ. ഒരു കാര്യം ചെയ്യാം, നിനക്ക് പറ്റില്ലെങ്കിൽ നീ തിരിച്ചു പോയിക്കോ, ഞാൻ വേറെ ആളെ ഏർപ്പാടായിക്കോളാം എന്ന് പറയണം. അല്ല മാം, ഞാൻ ഇപ്പൊ തന്നെ പോയിക്കോളാം. എന്താ, നിനക്ക് വല്ല ബുദ്ധിമുട്ടുണ്ടെന്ന് നിൽക്കണേ? എനിക്കൊരു ബുദ്ധിമുട്ടും ഇല്ലാന്ന് പറയണേ. ഈ സമയത്ത് ലൗഡ് സ്പീക്കറിലായിരുന്നു. വരുണിനെ ഇടയ്ക്കിടയ്ക്ക് സുവർണ ദേഷ്യപ്പെട്ട് ഇങ്ങനെ നോക്കുന്നുണ്ട്. രാധികാമ്മ നല്ല ഫോഴ്സ് ചെയ്തല്ല പറയണത്. അങ്ങനെ ശരിയെന്നും പറഞ്ഞ് ഫോൺ വെക്കുവാണ്. പിന്നീട് രാധികാമ്മ തലയ്ക്ക് ഭ്രാന്ത് പിടിച്ചിരിക്കുന്ന സമയത്താണ് പ്രിയമോൾ ഇങ്ങോട്ട് വരുന്നത്. പ്രിയ വന്നിട്ട് പറഞ്ഞു, ഗോവിന്ദേട്ടൻ ഞാൻ വിളിച്ചിട്ട് കിട്ടുന്നേ ഇല്ലെന്ന് പറയണം. എങ്ങനെ കിട്ടാനാന്ന് പറവനെ? അവനിപ്പൊ അവന്റെ പുതിയ അനിയത്തിയുടെ കാര്യങ്ങൾ നോക്കാനല്ലേ സമയമുള്ളൂ. അല്ല, എന്നാലും ഗോവിന്ദേട്ടൻ കോൾ എടുക്കേണ്ടതാണ്. നിന്നെ ഒന്നും അവന് വേണ്ട ഇപ്പം. പണ്ടത്തെ പോലെ ഒന്നും അല്ലെന്ന് പറയാണ്. ദേ, അങ്ങനെയൊന്നും പറയല്ലോ. ഗോവിന്ദേട്ടൻ എന്തെങ്കിലും തിരക്കായതുകൊണ്ടായിരിക്കും. അവനാ കുഞ്ചുവിനെ എവിടെയായാലും സുരക്ഷിതമായിട്ട് ഏൽപ്പിക്കാനായിട്ട് പോയതായിരിക്കും എന്ന് പറയാം. അത് പിന്നെ അങ്ങനെയല്ലമ്മ വേണ്ടത്. ഇവിടെ കയറ്റില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോഴത്തേനും ഗോവിന്ദേട്ടൻ കൊണ്ടുവന്നതല്ലേ. അപ്പൊ ഗോവിന്ദേട്ടൻ എവിടെയും സുരക്ഷിതമായിട്ട് ഏൽപ്പിക്കേണ്ട ഗോവിന്ദേട്ടന്റെ ഉത്തരവാദിത്തം അല്ലേന്ന് ചോദിക്കണം. പിന്നെ ഉത്തരവാദിത്തമാണ് പോലും. ഗോവിന്ദൻ ഇപ്പൊ ആരുടെ കാര്യത്തിലും എന്ത് ഉത്തരവാദിത്വം ഏറ്റെടുത്താലും അങ്ങനെ തന്നെയല്ലേ ചെയ്യണ്ടേ. അതിന് നമ്മൾ ഗോവിന്ദനെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ലെന്ന് പറയാം. ഇപ്പൊ നീ ഇനി അവന്റെ ഭക്ഷണത്തെ ആയിക്കോളാൻ പറയണം. ഇങ്ങനെ പോയിട്ടുണ്ടെങ്കിൽ അധികം വൈകാതെ തന്നെ കണ്ടു സ്വത്തിന്റെ പകുതി അവനങ്ങ് എഴുതി കൊടുക്കും. അവൾക്ക് അങ്ങ് എഴുതി കൊടുക്കും കണ്ണൻ എന്ന് പറയണം. അതിനെന്താമേ, സ്വത്ത് പകുതി എന്നല്ല ഫുള്ളായിട്ട് എഴുതി കൊടുത്താൽ എനിക്ക് കുഴപ്പമൊന്നുമില്ല. എനിക്ക് എന്റെ ഗോവിന്ദേണ്ണ മാത്രം മതി. ഗോവിന്ദേണ്ണ കൊണ്ടുപോകത്തില്ലോ, ഗോവിന്ദേണ്ണ ഇവിടെ കാണില്ലെന്ന് ചോദിക്കാണ്. രാധികാമ്മ തകർന്ന് തരിപ്പണമായിപ്പോയി. ഇത്ര പറഞ്ഞിട്ട് പ്രിയ അങ്ങോട്ട് പോവാണ്. ഇവളേക്ക് എന്തിനു കൊള്ളാം, ഇവളെ ഇങ്ങോട്ട് വിളിച്ചു വരുത്തിയ താനാണിപ്പം വണ്ടിയായി പോയത്. ഈ സമയത്ത് ഗോവിന്ദ് കാറ് വരുമായിരുന്നു. നോക്കിക്കഴിഞ്ഞപ്പോ ചെമ്പകശ്ശേരിയിലേക്കുള്ള വഴി. ഇനിയിപ്പോ വഴി മാറിപ്പോയ രഞ്ജു മാപ്പിട്ടത് തെറ്റിപ്പോയ ലൊക്കേഷൻ മാപ്പിട്ടത് എന്താണെന്ന് പോയി നോക്കാതെ ഗേറ്റ് കടന്നങ്ങോട്ട് വണ്ടി കയറി വരുവാണ്. ഈ സമയത്ത് അകത്ത് നിന്ന് ഗീതവും വിജയലക്ഷ്മി രഞ്ജു അതൊക്കെ കാണുന്നുണ്ടായിരുന്നു. ഗേറ്റിന്റെ അവിടെ നിന്നിട്ട് ആകെപ്പാടെ ഒരു ടെൻഷനായിപ്പോയി. എന്താ ചെയ്യേണ്ടതെന്ന് അറിയത്തില്ലാത്തൊരവസ്ഥ. അങ്ങനെ ഗോവിന്ദ് ഇറങ്ങുവാണ് പതുക്കെ വണ്ടിക്കകത്ത്. ഇറങ്ങിക്കഴിയുമ്പോൾ കാണുന്ന കാഴ്ച അങ്ങോട്ട് രഞ്ജു ഇറങ്ങി വരുവാണ്. അപ്പൊ രഞ്ജുവിനെ കിടപ്പ ഇങ്ങോട്ട് തന്നെയാ വന്നത്. അപ്പൊ ലൊക്കേഷൻ മാപ്പിട്ട് കൃത്യമായിട്ടുള്ളതായിരുന്നു. ഈ സമയത്ത് സുവർണ എന്തിയാ? സുവർണ മറിഞ്ഞു നിന്ന് അവിടെ വീഡിയോ പിടിക്കുന്നുണ്ടായിരുന്നു. ഓഹോ, അപ്പൊ ഗോവിന്ദ് സാർ ഇങ്ങോട്ട് വന്നിട്ടുണ്ട്. രാധികാമ്മ പറഞ്ഞ കാര്യങ്ങളൊക്കെ കൃത്യമായിട്ടുണ്ട്. അങ്ങനെ മറിഞ്ഞു നിന്ന് വീഡിയോ പിടിച്ചോണ്ടിരിക്കുക. പക്ഷെ ഇത് ഗോവിന്ദനെ മറ്റാരോ അറിയുന്നുണ്ടായിരുന്നില്ല. അങ്ങനെ ഗോവിന്ദ പെട്ടെന്ന് ഇങ്ങ് വന്നപ്പോഴത്തേന് രഞ്ജു അങ്ങോട്ട് ഇറങ്ങി. രഞ്ജു, നീ ഇവിടെ എന്താന്ന് ചോദിക്കണം. അല്ല പിന്നെ അത് ഗോവിന്ദേട്ട, എന്നെ ഗീതു ഇവിടെ കൊണ്ടുവന്ന് നോക്കിയിട്ട് എങ്ങോട്ടോ പോയെന്ന് പറയണം. അവൾ ഇവിടെ കൊണ്ടുവന്ന് വിട്ടോ? അതെ, എങ്ങോട്ടാ പോയെന്ന് അറിയത്തില്ല. അപ്പൊ തന്നെ പെട്ടെന്ന് പോവുകയും ചെയ്തെന്ന് പറയണം. ഓഹോ, അങ്ങനെയാണ് കാര്യങ്ങൾ. നീ നമുക്ക് പോവാന്ന് പറയണം. അല്ല, അത് പിന്നെ ഗോവിന്ദേട്ട എന്താ കുഴപ്പം, എന്താന്ന് ചോദിക്കണം. അല്ല, അതെന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ നിൽക്കുമ്പോഴത്തേനും ഗീത പറഞ്ഞേ, അമ്മയെ പെട്ടെന്ന് ചെല്ലു കേട്ടോ. അല്ലെ മിക്കവാറും രഞ്ജുവിനെ കൂട്ടിക്കൊണ്ട് പോകുന്നാ തോന്നേ. ഞാൻ എങ്ങനെയാ ചെല്ലുന്നേ? അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. ഇപ്പൊ രഞ്ജുവിനെ രക്ഷിച്ചേ പറ്റുള്ളൂ എന്ന് പറയണം. അല്ല, നീ പിന്നെ എന്തിനാ ഇവിടെ നിന്നേ? നിനക്ക് എന്നെ വിളിക്കാൻ വരാമെന്ന് ചോദിക്കണം. അല്ല, അത് പിന്നെ ഗോവിന്ദേട്ട, ഗീത് വന്നിട്ട് ഞാൻ എന്തെങ്കിലും തീരുമാനം എടുക്കാന്ന് കരുതി. അങ്ങനെ പെട്ടെന്ന് പോകാൻ പറ്റില്ലോ, അതുകൊണ്ടാണ്. അതൊന്നും കുഴപ്പമില്ല, നീ ഇങ്ങോട്ട് വാന്ന് പറഞ്ഞാൽ കയ്യെ പിടിച്ച് അങ്ങോട്ട് വലിക്കണം. പെട്ടെന്ന് രഞ്ജു പറഞ്ഞു, അതെ ഒരു ഗ്ലാസ് ചായ കുടിച്ചിട്ട് പോവാ. അമ്മ ചായ എടുത്തു വെച്ച് കാണുന്നു പറയണം. അമ്മയോ? ആരുടെ അമ്മ? കൊള്ളാലോ നീ. കുറച്ച് സമയം ഇവിടെ നിന്നപ്പത്തേനും അവര് നിന്റെ അമ്മയെയോ? നിനക്ക് എങ്ങനെ ഇതൊക്കെ
സാധിക്കുന്നു രഞ്ജു? പഴയതൊക്കെ നിനക്ക് ഇത്ര പെട്ടെന്ന് മറക്കാൻ സാധിക്കുമെന്ന് ചോദിക്കുവാണ്. ഈ സമയത്ത് സുവർണ അതെല്ലാം വീഡിയോ പിടിച്ചോണ്ടിരിക്കുന്നുണ്ടായിരുന്നു. ഗീത് പറഞ്ഞു, പണികളെല്ലാം പാളിയും തോന്നേ. അല്ല, ഞാൻ അങ്ങനെയല്ല, ഗീത് പറഞ്ഞുകൊണ്ട് ഇങ്ങോട്ട് വന്നതാ. ഇനിയിപ്പം ഗീത് വരാതെ എങ്ങനെയാ പോണേന്ന് ചോദിക്കണം. അതൊന്നും പറഞ്ഞിട്ടൊരു കാര്യമില്ല, നീ ഇങ്ങോട്ട് വരാൻ പറയണം. ഓ, പെട്ടു. അല്ല ഗോവിന്ദേട്ട, അങ്ങനെ പോവല്ലേ എന്ന് പറയണം. ഗീതും അവളെ എന്റെ കൈ കിട്ടും, അവളെ ശരിയാക്കുന്നുണ്ട്. ഒരു ഇത്തിക്കൊര പക്കിയും വന്നേക്കുന്നു, കായംകുളം കൊച്ചുണ്ണിയും വന്നേക്കുന്നു പറയാണ്. ദൈവമേ, അത് ഗീതൊരു ഉദ്ദേശ. കായംകുളം കൊച്ചുണ്ണിയും ഗീതും ഇത്തിക്കര പക്കി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അജാസിക്കയാണ്. അപ്പൊ അവർ രണ്ടുപേരും ഉദ്ദേശിച്ച് പറഞ്ഞിരിക്കുന്ന. ഗീത് പറഞ്ഞു, തനിക്ക് കിട്ടിയിരിക്കുന്ന പേര് കൊള്ളാം, കായംകുളം കൊച്ചുണ്ണി. കണ്ടോ, വിജയലക്ഷ്മിയോട് പറഞ്ഞു, എനിക്ക് നല്ല പേരൊക്കെ ഇട്ട് തുടങ്ങിയിട്ടുണ്ട്. ഇനി എത്രയും പെട്ടെന്ന് അങ്ങോട്ട് ചെന്നില്ലെങ്കിൽ എന്റെ കാര്യത്തിന് തീരുമാനമോ എന്റെ മാത്രമല്ല, രഞ്ജുവിനെ മിക്കവാറും ഈ കൊണ്ടുപോയിട്ടുണ്ടെങ്കിൽ പിന്നെ കാണാൻ പോലും കിട്ടിയെന്ന് വരുമല്ല. എന്തേലും ചെയ്യുക, പെട്ടെന്ന് ഇറങ്ങി ചെല്ലാൻ പറയണം. ഈ സമയത്ത് വിജയലക്ഷ്മി വാതക്കലേക്ക് വന്നിട്ട് ഗോവിന്ദ് അവിടെ നിൽക്കാൻ പറയണം. പെട്ടെന്ന് ഗോവിന്ദ് ഒരു നിമിഷം നിന്നു. നീ അവളെ എങ്ങോട്ടാ കൊണ്ടുപോകുന്നേ? അവൾ എന്റെ മകളാ, അവളെ കൊണ്ടുപോകാൻ പറ്റില്ലെന്ന് പറയാണ്. ഈ സമയം ഗീതു അകത്തിരുന്ന്, എന്റെ ദൈവമേ, ഈ നേഴ്സറി പിള്ളേരെ പോലെയുള്ള പറച്ചില്, ഇത് കാര്യങ്ങളെല്ലാം പൊളിയുമെന്ന് തോന്നേ. കഥയല്ല ഇപ്പൊ തന്നെ തകർന്ന് തരിപ്പണമാവും. സ്ട്രോങ് ആയിട്ട് പറയാനുള്ള ഇത് എന്തൊക്കെയാ പറയാനെന്ന് ഓർത്തുകൊണ്ട് ഗീത തലയെറിഞ്ഞ് അകത്ത് നിൽക്കുകയാണ്. പെട്ടെന്ന് ഗോവിന്ദ് തിരിഞ്ഞു നിന്നിട്ട് ചോദിച്ചു, അല്ല അതൊക്കെ പറയാൻ നിങ്ങൾക്ക് എന്താ അവകാശം? ഞാൻ എന്റെ പെങ്ങളെ വിളിച്ചുകൊണ്ട് ഞാൻ എങ്ങോട്ടേലും പോകുന്നതാണ്. അത് പറഞ്ഞിട്ട് കാര്യമില്ല. അവൾ എന്റെ മകളാണെങ്കിൽ ഞാൻ അവളെ നിന്റെ കൂടെ പറഞ്ഞയക്കില്ലെന്ന് പറഞ്ഞു. ഓഹോ, അങ്ങനെയാണോ? അന്ന് എന്നെ അവളെ കൊണ്ടുപോയിട്ട് തന്നെ കാര്യം. വാ രഞ്ജു എന്ന് പറഞ്ഞ് കയ്യെ പിടിച്ച് വലിക്കണം. അല്ല ഗോവിന്ദേട്ടാ, എന്തിനാ ഇങ്ങനെ വെറുപ്പ് കാണിക്കുന്നേ? വെറുപ്പിച്ചുകൊണ്ട് പോകേണ്ട ആവശ്യമുണ്ടോ? ഇവിടെ നിൽക്കുക, ഗീത് വന്നിട്ട് നമുക്ക് പോവാം. പിന്നെ അവള് വന്നിട്ട് പോകാനായിട്ട് നിന്നിട്ട് അത് ശരിയാവുന്ന കാര്യമില്ല. നീ ഇങ്ങോട്ട് വരാൻ പറയണേ. ഈ സമയത്ത് വിജയലക്ഷ്മി അങ്ങോട്ട് അവരുടെ അടുത്തേക്ക് ഇല്ലുവാണ്. അതെ, ഇവിടുന്ന് കൊണ്ടുപോകാനായിട്ട് പറ്റത്തില്ല. ഇനി കൊണ്ടുപോകണമെങ്കിൽ ഗീതു ഇങ്ങോട്ട് വരട്ടെ, ഗീത് വന്നിട്ട് കൊണ്ടുപോയാൽ മതി എന്ന് പറയണം. ഈ സമയത്ത് ഗീതു ഓർത്തു, ദൈവമേ, എന്താ പോലും അജാസിക്ക വിളിക്കാതെ. ആ സമയത്താണ് മിസ് കോള് വരുന്നത്. ഇക്കടെ വന്നിട്ടുണ്ട്, പെട്ടെന്ന് തന്നെ എങ്ങനെയായാലും പുറത്തെത്തണം. അങ്ങനെ ഗീതു പുറവശം വഴി പോകാൻ നോക്കുമ്പോഴത്തേന് അവിടുത്തെ ഗേറ്റ് പൂട്ടിക്കിടക്കുക. പെട്ടു, കീ എവിടെയാന്ന് പോലും അറിയത്തില്ല. ഇനിയിപ്പോ എങ്ങനെ പുറത്തിയാടും? മതിലുണ്ട്, മതിലിന്റെ പൊക്കത്ത് കാരണം എന്ത് ചെയ്യും? അവിടെ ഒരു ബക്കറ്റ് കിടപ്പുണ്ടായിരുന്നു. ആ ബക്കറ്റ് എടുത്ത് താഴെ വെച്ചിട്ട് ആ മതിലേക്ക് കയറുവാണ്. താഴേക്ക് നോക്കിക്കഴിഞ്ഞപ്പോഴത്തേനും ഗീതുവിന് സമനില തെറ്റിപ്പോയി. വലിയൊരു കൊക്ക പോലുള്ള മതിൽ, അതിന്റെ താഴേക്ക് വലിയ കുഴിയാ. ഇവിടെ നിന്നെങ്ങാനും ചാട്ടുണ്ടെങ്കിൽ താന് അങ്ങോട്ടല്ല ചെല്ലുന്നേ, പുറത്തേക്കല്ലേ, മിക്കവാറും അങ്ങ് പരലോകത്തേക്ക് ചെല്ലും. കൈയും കാലും ഒടിഞ്ഞ് ഒരു പരുവായിട്ടായിരിക്കും ചെല്ലുന്ന പരലോകത്തേക്ക്. എന്റെ പൊന്നെ, ഇനി എന്ത് ചെയ്യും? പെട്ടുപോയല്ലോ ഭഗവാനെ, പോകാനും പറ്റില്ല. വേറൊരു വഴിയുണ്ട്, അപ്പുറത്തെ വഴി കൂടെ പോയി നോക്കാന്ന് ഓർത്തുകൊണ്ട് അപ്പുറത്തേക്ക് ചെന്ന് അവിടെ പതുങ്ങിയിരിക്കുകയാണ്. പക്ഷെ എന്ത് ചെയ്യാനാ, ഗോവിന്ദും വിജയലക്ഷ്മിയും രഞ്ജുവും കൂടെ അവിടെ നിൽക്കുക. പക്ഷെ അവരെ മറികടന്ന് പുറത്തേക്ക് കടക്കാൻ പറ്റില്ല. എന്താ ഇവരെ ഇങ്ങനെ പിടിച്ചു വെച്ചോണ്ടിരിക്കുന്നത്? അകത്തെങ്ങനെ കയറി പോവായിരുന്നെങ്കിൽ സമാധാനം ഉണ്ടായിരുന്നു. എന്നെങ്കിൽ തനിക്ക് ഈ സമയത്ത് പുറത്ത് കിടക്കാൻ പറ്റിയാനെ. ഇപ്പൊ പുറത്ത് കിടക്കാനും പറ്റുന്നില്ലോ. ഇനിയിപ്പൊ എന്ത് ചെയ്യും? ഒരു കാര്യം ചെയ്യാം, ഇക്കാനെ ഒന്ന് വിളിച്ചു നോക്കാം. പിന്നീട് അജാസിനെ വിളിക്കണം. ഇക്ക, ഞാനിവിടെ പെട്ടിരിക്കുക, ഇക്ക ഒരു കാര്യം ചെയ്യുക, അകത്തേക്ക് കയറുക, ഇല്ലെങ്കിൽ എന്റെ കാര്യത്തിൽ ഒരു തീരുമാനമായെന്ന് പറയാം. ശരി ശരി പെങ്ങളെ, ഞാൻ അങ്ങോട്ട് വന്നേക്കാന്ന് പറയണ. പെട്ടെന്ന് ധ്യാനം ചോദിച്ചു, എന്ത് പറ്റി എന്ന് വെച്ചു. ഓ, അത് നമ്മുടെ പെങ്ങളൂട്ടിയുടെ ഓരോ കുസൃതികളെ അത്രേ ഉള്ളെന്ന് പറയണം. പിന്നീട് ധ്യാനം ഒന്നും മിണ്ടിയില്ല. അജാസ് അങ്ങോട്ട് കൂട്ടിക്കൊണ്ട് വരാം. ഈ സമയത്ത് ഗോവിന്ദ് നന്നായിട്ട് ദേഷ്യപ്പെട്ടുകൊണ്ടിരിക്കുക. ഗീതു ഗീതു ഗീതു, ഒരു കാര്യം ചെയ്തു, നീ ഇവിടെ നിന്നു, നീ അവള് വന്നിട്ട് വന്നാൽ മതി, ഞാൻ അങ്ങോട്ട് പോയിക്കോളാന്ന് പറയണം. നീ അവള് വന്നിട്ട് ഇനി ഇപ്പൊ നിനക്ക് വരാൻ തോന്നുവാണെ മാത്രം വന്നാൽ മതി, ഇല്ലെങ്കിൽ നീ വരണ്ടെന്ന് പറയണം. രഞ്ജുന് ഭയങ്കര ടെൻഷനായിപ്പോയി. രഞ്ജു പറഞ്ഞു, ഗോവിന്ദേട്ട അങ്ങനെ പറഞ്ഞിട്ട് പോവല്ലേ, പ്ലീസ് ഇവിടെ നിൽക്കാൻ വേണം. ഞാൻ പറഞ്ഞല്ലോ, ഇനി എനിക്കൊരു തീരുമാനമില്ല എന്ന് പറയണം. അങ്ങനെ പോകാൻ തുടങ്ങിയതിന് ആ കയ്യിലൊക്കെ കയറി പിടിച്ചു. അതെ, എന്നോട് ഇങ്ങനെ ദേഷ്യം കാണിച്ചിട്ട് പോയിട്ടുണ്ടെങ്കിൽ എനിക്ക് സഹിക്കാൻ പറ്റുമോ? പെട്ടെന്ന് ഗോവിന്ദന്റെ മനസ്സലിഞ്ഞു. പോവല്ലേ, ഞാൻ പറയുന്ന ഒന്ന് കേൾക്ക്, കുറച്ച് സമയമല്ലേ ഞാൻ ചോദിച്ചുള്ളൂ, ഇവിടെ നിൽക്കാൻ പറയാണ്. ഗോവിന്ദന് തോന്നി ഇവളെ സങ്കടപ്പെടുത്തിയിട്ടുണ്ട് ശരിയാവത്തില്ല. കാരണം അവളുടെ മനസ്സ് വേദനിച്ചിട്ടുണ്ടെങ്കിൽ ഒന്നാമത്തെ കാര്യം ഇവൾക്ക് അസുഖമാണ്, പാവം. പിന്നീട് പറഞ്ഞു, എനിക്ക് ഗോവിന്ദനല്ലേ ഉള്ളൂ, ഗോവിന്ദൻ എന്നെ ഉപേക്ഷിച്ചിട്ട് പോയിട്ടുണ്ടെങ്കിലോ, എന്നോട് ദേഷ്യം വായിച്ചു പോയിട്ടുണ്ടെങ്കിൽ എനിക്ക് സമാധാനത്തോടുകൂടി ഒരു നിമിഷമെങ്കിലും നിൽക്കാൻ പറ്റുമോ? ഗോവിന്ദൻ അത് പ്ലീസ് പോവല്ലെന്ന് പറഞ്ഞ് നിൽക്കുകയാണ്. ഗീത ഒന്ന് വന്നോട്ടെ എന്ന് പറയാം. എന്നിട്ട് നിന്റെ ഗീത ഓടിയാന്ന് ചോദിക്കുകയാണ്. ഈ സമയത്ത് വിജയലക്ഷ്മി ഗീതു ഗീതെന്ന് അവിടെ കിടന്ന് വിളിക്കുകയാണ്. ഗീതു പറഞ്ഞു, പിന്നെ അവിടെ കിടന്ന് ഇങ്ങനെ ഗീതു ഗീതെന്ന് വിളിച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് ഇറങ്ങി വരാൻ പറ്റുന്ന അവസ്ഥയിലല്ലേ ഞാൻ ഇരിക്കുന്നേ, ഞാൻ ഇവിടെ പെട്ടിരിക്കും അമ്മേ. ആ ഗോവിന്ദനെ വിളിച്ച് എങ്ങനെയും ഒന്ന് അകത്തേക്ക് കയറ്റ, എന്നല്ലേ എനിക്ക് വരാൻ പറ്റുള്ളൂ. എന്റെ ദൈവമേ, ഇക്ക ഇത് എവിടെ പോയി കിടക്കുകയാണോ? ഇക്ക ഒന്നും വരുന്നുമില്ല, പെട്ടെന്നാ തോന്നേ. ഇപ്പോഴെങ്ങാനും കണ്ണേട്ടൻ രഞ്ജുവിനെ വിളിച്ചോണ്ട് പോയിട്ടുണ്ടെങ്കിൽ എല്ലാ പണികളും പാളും ഓർത്തോണ്ട് ഇത് സർവ്വദൈവങ്ങളെ വിളിച്ചോണ്ടിരിക്കുന്ന സമയത്താണ് ആ കാർ അങ്ങോട്ട് കയറി വരുന്നത്. ഇതെല്ലാം സുവർണ പിടിച്ചോണ്ടിരിക്കുന്നുണ്ടായിരുന്നു.
കയറി വന്നിട്ട് ആ കാറിനകത്ത് ധ്യാനം ഇങ്ങോട്ട് ഇറങ്ങണം. ധ്യാനം ഇങ്ങോട്ട് വന്നു കഴിഞ്ഞപ്പോഴത്തേനും രഞ്ജു ധ്യാനെ നോക്കി ചിരിച്ചു. പക്ഷെ ഗോവിന്ദന് ആളെ മനസ്സിലായില്ല. പെട്ടെന്ന് രഞ്ജു പറഞ്ഞു, അല്ല ഗോവിന്ദന്റെ ആളെ മനസ്സിലാക്കി കാണില്ലല്ലേ, ഇത് ധ്യാന്, ഞാൻ പറഞ്ഞിട്ടില്ലേന്ന് ചോദിക്കുകയാണ്. ഓ മനസ്സിലായെന്ന് പറയണേ. പെട്ടെന്ന് ധ്യാൻ വന്ന് ഗോവിന്ദന് കയ്യൊക്കെ കൊടുക്കണം. സുവർണ വീഡിയോസ് എല്ലാം പിടിച്ചോണ്ടിരിക്കുക. ഓഹോ, പുതിയൊരു കഥാപാത്രം കൂടെ വന്നിട്ടുണ്ടല്ലോ, അത് ആരാന്ന് സുവർണയ്ക്ക് മനസ്സിലായില്ലായിരുന്നു. പിന്നീട് രഞ്ജു പറഞ്ഞു, അല്ല ധ്യാനെ ഇങ്ങോട്ട് വിളിച്ചെടുത്ത് ആരെന്നറിയോ, ഗീതുവാന്ന് പറയാണ്. വിജയലക്ഷ്മിയാണ്, ശരിയാണ്, അവളാണ് ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ട് വന്ന ധ്യാനെ തന്നെ. ധ്യാൻ പറ, ശരിയാ, എന്നെ കുറെ ദിവസമായി വിളിച്ച് എന്നെ ഇങ്ങോട്ട് വരുത്തിയതാന്ന് പറയാണ്. അല്ല നിങ്ങൾ കുറെ സമയമായിട്ട് ഈ ഗീതുവിന്റെ കാര്യം പറഞ്ഞുകൊണ്ടിരിക്കില്ല, ഗീതു 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 എന്ന്. ഈ ഗീതു എവിടെയാന്ന് ചോദിക്കുകയാണ്. ഈ സമയത്ത് ഗീതു എന്ത് ചെയ്യാണ്, പതുക്കെ അപ്പുറത്തൂടെ മാറിയിട്ട് എങ്ങനെയാലും കാറിന്റെ അടുത്ത് എത്താൻ പറ്റുമോ നോക്കുന്നുണ്ട്. അജാസിനെ പതുക്കെ ഫോൺ വിളിച്ചിട്ട് പറഞ്ഞു, അജാസിക്ക എങ്ങനെയാലും വണ്ടി ഇച്ചിരി മാറ്റിയിട്ട് എന്നിട്ട് ആ ഡോർ ഒന്ന് തുറന്നിട്ട് ഞാനൊന്ന് വന്ന് കയറിക്കോട്ടെ എന്ന് പറയണം. പതുക്കെ ഡോറ് തുറക്കാൻ പറയണം. അങ്ങനെ അജാസ് എന്ത് ചെയ്യുക, പതുക്കെ ഡോറ് തുറന്ന് വെച്ച് കഴിഞ്ഞപ്പോൾ ആ സൈഡിൽ കൂടെ പതുക്കെ വന്ന് ഗീത അകത്തേക്ക് കയറുക. അപ്പോൾ അകത്ത് കയറിയപ്പോഴത്തേനും പറഞ്ഞു, ഭാഗ്യം ആരും കണ്ടില്ല. ഈ സമയത്ത് സുവർണ പറഞ്ഞത് വീഡിയോ പിടിക്കുന്നുണ്ടായിരുന്നു. സുവർണ പറഞ്ഞു, ഗീതന്റെ വിചാരം ആരും കണ്ടില്ലെന്നാ, പക്ഷെ ഞാനും കണ്ടു, എന്റെ ക്യാമറയും കണ്ടിട്ടുണ്ട്. ഇനിയിപ്പം ഇത് ഗോവിന്ദ് സാറ് കാണും, ഗോവിന്ദ് സാറ് രാധികാമനെ കാണിക്കും, ഗീതുവിന്റെ കള്ളക്കളി അതോടുകൂടി പൊളിയും എന്ന് സുവർണ പറയാണ്. അങ്ങനെ കാറ് ഗീതു കയറി ഇരിക്കുകയാണ്. അപ്പൊ ഗീതു എന്തെന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോഴത്തേനും വീണ്ടും വിജയലക്ഷ്മി ഗീതു ഗീതു എന്ന് വിളിച്ചോണ്ടിരിക്കുക. പെട്ടെന്ന് ഗോവിന്ദ് പറഞ്ഞു, കുറെ സമയമല്ലേ നിങ്ങൾ രാമമന്ത്രം ചൊല്ലുന്ന പോലെ ഗീതു ഗീതു എന്ന് വിളിച്ചോണ്ടിരിക്കണേ, എന്നിട്ട് ഗീതു എവിടെയെന്ന് ചോദിക്കുകയാണ്. ഈ സമയത്ത് ഗീതു ഡോറ് തുറന്നങ്ങ് ഇറങ്ങുക. വിജയലക്ഷ്മി പെട്ടെന്ന് പറഞ്ഞതേ, അതല്ലേ ഗീതു വരുന്നേ, അതല്ലേ എന്ന് ചോദിക്കുവാണ്. അവർ ബാക്കി എല്ലാവരും അങ്ങോട്ട് നോക്കിയപ്പോഴത്തേനും ഗീതു അങ്ങോട്ട് വലിയ സ്റ്റൈലിൽ അങ്ങോട്ട് വരുവാണ്, ഇറങ്ങി അങ്ങോട്ട്. അങ്ങനെ ഗീതുവിനെ കണ്ടപ്പോഴത്തേനും രഞ്ജു ചോദിച്ചു, അല്ല ഗീതു കാരണത്തുണ്ടായിരുന്നെന്ന് ചോദിക്കുകയാണ്. ഒന്നും അറിയത്തില്ല, എത്തമിട്ടില്ല. അതെ ഞാനുണ്ടായിരുന്നു, ഞാനാണല്ലോ ധ്യാനെ കൂട്ടിക്കൊണ്ട് വന്നേ, ഭയങ്കര ജാടക്കൊക്കെയാണ് നിപ്പ്. പെട്ടെന്ന് വിജയലക്ഷ്മി ഒരു കാര്യം ചെയ്യാം, നമുക്ക് എല്ലാവർക്കും അകത്തേക്ക് കയറി സംസാരിക്കാന്ന് പറയണം. ഗോവിന്ദ് പറഞ്ഞേ, അതൊന്നും ശരിയാവത്തില്ല എന്ന് പറയണം, നമുക്ക് പുറത്തു പോയി സംസാരിക്കാന്ന് പറയണം. പുറത്തു പോകാനോ, ഇവിടം വരെ വന്നിട്ട് അങ്ങനെ എങ്ങനെയാ ധ്യാനം അകത്ത് കയറാതെ പോകുന്നത്, ബാ ധ്യാനം നമുക്ക് അകത്ത് കയറാന്ന് പറഞ്ഞ് രഞ്ജു കയ്യെ പിടിക്കുവാണ്. പക്ഷെ ഗോവിന്ദ് പറഞ്ഞു, വേണ്ട, നമുക്ക് പുറത്തു പോയി സംസാരിക്കാന്ന് പറഞ്ഞല്ലോ, അതുകൊണ്ട് അവിടെ മതി, ഒരു കാര്യം ചെയ്യാം, നമ്മുടെ ഗസ്റ്റ് ഹൗസിൽ പോവാം, അവിടെ നമുക്ക് സംസാരിക്കാന്ന് പറയണ പോയിരുന്നത്. പെട്ടെന്ന് ഗീത പറഞ്ഞു, അല്ല അവിടെ ആയിരുന്നു അതിനെ ധ്യാനം താമസിച്ചുകൊണ്ടിരുന്നെന്ന് പറയാം. പെട്ടെന്ന് ഗോവിന്ദനൊരു ഞെട്ടലുണ്ടായി. അവിടെയോ, ഓഹോ, അപ്പൊ അതാണ് ഗീത നാടകം കളിക്കുമായിരുന്നു. ഗോവിന്ദ് പറഞ്ഞു, ഞാൻ അകത്തേക്ക് കയറാൻ ഉദ്ദേശിച്ചില്ല, നീ പെട്ടെന്ന് കാറി കയറിക്കെന്ന് പറയണം. അല്ല ഞാൻ കയറണോ, നിന്നോട് കാറി കയറാനാ പറഞ്ഞെന്ന് പറയണം. അപ്പൊ കയറണോ അല്ലേന്ന് പറഞ്ഞുകൊണ്ട് ഗീതു ഇങ്ങനെ നിൽക്കുകയാണ്. അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെയാണ് നമ്മൾ കണ്ടത്. ഇതിന്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട് വൈകുന്നേരത്തെ പ്രമോയി വരാട്ടോ. ഇനിയിപ്പോ എന്തൊക്കെയാ സംഭവിക്കുന്ന അറിയണ്ടേ. ആ വിശേഷങ്ങൾക്കായി എല്ലാവർക്കും കാത്തിരിക്കാം. ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ട ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതോടൊപ്പം തന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരുടെ സപ്പോർട്ടിലേക്കും തുടർന്നും പ്രതീക്ഷയുണ്ട്. എല്ലാവർക്കും ഒരിക്കൽ കൂടി നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി.